ഇപ്പൊ മറ്റ് ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അതായത് ഈ മണ്ഡലമൊക്കെ വിട്ട് പുറത്തു പോകാൻ പറ്റാതെ കുടുങ്ങിപ്പോയ കുറച്ചധികം സ്ഥാനാർത്ഥികളുണ്ട്. കാരണം ജീവൻ മരണ പോരാട്ടമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. അതേസമയം സംസ്ഥാനത്തുടനീളം ഈ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യമൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ മണ്ഡലം വിട്ടു പോവുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? കാരണം ശക്തമായ ഒരു പോരാട്ടം മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തുടനീളം സജീവമാകാൻ പറ്റാത്ത പ്രമുഖരായ ഒരുപാട് സ്ഥാനാർത്ഥികൾ കൂടിയുണ്ട് എന്നുള്ളത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സവിശേഷത. അതെ അതെ അത് വളരെ രസകരമായ സംഭവമാണ് ജിൽസി. കാരണം മണ്ഡലം വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് മാറി നിന്നാൽ 10 വോട്ട് മാറും എന്നുള്ള ചിന്ത കൊണ്ടാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ മണ്ഡലം വിട്ട് പോകാത്തത്. അതിനകത്ത് ഏത് മുന്നണിയൊന്നുമില്ല, എല്ലാ മുന്നണിയുടെ നേതാക്കന്മാരുണ്ട്. നമുക്കിപ്പോൾ മന്ത്രിമാരുടെ കാര്യം എടുക്കുകയാണെങ്കിലും കേരളത്തിലെ എല്ലാ മന്ത്രിമാരും തങ്ങളുടെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്. കേരളം ഉടനീളം വോട്ട് പിടിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് മന്ത്രിമാർ ഇതിന്റെ പ്രചരണത്തിന്റെ മുന്നിലുണ്ടാവേണ്ട ആൾക്കാരാണ്. അതിൽ നമ്മൾ കാണാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർ മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിക്കുകയാണ്. തൃത്താലയിൽ MP രാജേഷ്, അവിടെ നല്ല മത്സരമാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണയും നല്ല മത്സരമായിരുന്നു, ഇത്തവണയും മികച്ച പോരാട്ടം നടക്കുന്നുണ്ട് VT ബൽറാമുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം മണ്ഡലത്തിന് പുറത്തു പോയിട്ടില്ല. പിന്നീടുള്ളത് കളമശ്ശേരിയിൽ P രാജീവ്, അദ്ദേഹം പുറത്തു പോയിട്ടില്ല. K രാജൻ, അദ്ദേഹം ഒല്ലൂരിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സമയം മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുള്ള ആൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ സമയം മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുള്ളത് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസാണ്. അവിടെ എതിരാളിയായി വരുന്നത് PV അൻവറാണ്. അതുകൊണ്ട് കൂടുതൽ സമയം അവിടെ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മന്ത്രിമാരാരും ജില്ല വിട്ട് അല്ലെങ്കിൽ ആ മണ്ഡലം വിട്ട് പുറത്തോട്ട് ഇതുവരെ പോയിട്ടില്ല. പിന്നീടുള്ളത് കുരുങ്ങിപ്പോയ ഒരാൾ KPCC അധ്യക്ഷനാണ്. അദ്ദേഹം കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പര്യടനത്തിന് വരേണ്ട ആളാണ്, അല്ലെങ്കിൽ 14 ജില്ലയിലും പര്യടനത്തിന് വരേണ്ട ആളാണ്. പക്ഷേ AK ശൈലജ എന്ന സ്ഥാനാർത്ഥി കൊണ്ടുവന്ന് CPM നടുക്ക് ചെക്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുകയാണ്. ഒന്ന് മാറുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിനും ഈ വോട്ട് പോകുമ്പോൾ എന്ന് സംശയമുണ്ട്. അതുപോലെ തന്നെയാണ് ടീച്ചറുടെ കാര്യം. ടീച്ചർ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ പല മണ്ഡലങ്ങളിൽ വന്ന് പര്യടനം നടത്തേണ്ട ആളാണ്. ഒരു സംസ്ഥാന നേതാവെന്ന നിലയിൽ ടീച്ചറുടെ ആ വ്യക്തിപ്രഭാവം മറ്റുള്ളവർക്ക് വോട്ടാക്കി മാറ്റാൻ വേണ്ടിയുള്ള സമയമാണ്. പക്ഷേ ടീച്ചറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. 3000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സണ്ണി ജോസഫ് കഴിഞ്ഞ തവണ സക്കീറിനോട് ജയിച്ചത്. അതുകൊണ്ട് തന്നെ ആ വോട്ട് മറിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ ടീച്ചറും പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ രണ്ടുപേരും കട്ടയ്ക്ക് പേരാവൂർ മണ്ഡലത്തിൽ ഇടിച്ചിടിച്ച് നിൽക്കുകയാണ്. പിന്നെ BJPയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ സാധാരണഗതിയിൽ പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ എല്ലാ തവണയും നമ്മൾ കാണാറുണ്ട്. ഇന്നലെ പക്ഷേ അദ്ദേഹത്തെ കണ്ടില്ല. അദ്ദേഹം നേമം മണ്ഡലത്തിൽ ആണ് ഉള്ളത്. കേരളത്തിലെ 140 മണ്ഡലങ്ങളെടുത്താൽ ഏറ്റവും ഗംഭീരമായ മത്സരം നടക്കുന്ന സ്ഥലം നേമമാണ്. അതുകൊണ്ട് ഒരു മിനിറ്റ് മാറി നിന്നാൽ CPM വോട്ടടിച്ചുകൊണ്ട് പോകുമെന്ന് BJPക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് അവിടെ തന്നെ ചുറ്റിത്തിരിക്കുകയാണ് അദ്ദേഹവും. അതുപോലെ തന്നെ K സുരേന്ദ്രൻ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. BJP ആദ്യകാലം മുതൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുമ്പോൾ എല്ലായിടത്തും വരാറുണ്ട്. പക്ഷേ അദ്ദേഹം 89 വോട്ടിന് അവിടെ ജസ്റ്റ് പരാജയപ്പെട്ടു. 2016 പരാജയപ്പെട്ട ഹാങ് ഓവറിൽ നിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് മഞ്ചേശ്വരം വിട്ട് അദ്ദേഹവും പുറത്തോട്ട് പോകുന്നില്ല. പിന്നീടുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി വിട്ട് അദ്ദേഹവും പുറത്തോട്ട് പോകുന്നില്ല. അങ്ങനെ കേരളത്തിലുടനീളം നമ്മൾ കാണേണ്ട കുറച്ച് ആൾക്കാർ അതാത് മണ്ഡലത്തിൽ കുരുങ്ങിപ്പോയിരിക്കുകയാണ്. അത് 2 രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും അല്ലെങ്കിൽ 3 രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. കാരണം ഒരാളെ ഒരിടത്ത് ലോക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയെ കൊണ്ട് അവിടെ ഇടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ലോക്ക് ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികളാണ് ഇവരെല്ലാവരും. എന്തായാലും ജീവൻ മരണ പോരാട്ടത്തിൻ്റെ ഒടുവിൽ അവര് ജീവിച്ച് വൻ പോരാട്ടം നടത്തി 4-ാം തീയതി തിരിച്ചു വരും. തീർച്ചയായിട്ടും എന്തായാലും വലിയ പോരാട്ടം നടക്കുന്ന ചില സ്ഥലങ്ങളിൽ കുടുങ്ങിപ്പോയ ചില പ്രമുഖരായ സ്ഥാനാർത്ഥികളെ കൂടിയാണ് കണ്ടത്. KPCC അധ്യക്ഷനും BJP സംസ്ഥാന അധ്യക്ഷനും ഒക്കെ മണ്ഡലം ചുറ്റും എല്ലായിടത്തും നടന്ന് 140 മണ്ഡലങ്ങളും എത്തി സജീവ ശ്രദ്ധാകേന്ദ്രമാകേണ്ട ആളുകളാണെങ്കിൽ നിർഭാഗ്യവശാൽ അതത് മണ്ഡലങ്ങളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇവർക്ക് എന്നാണ് പറയുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ സജീവമാകുമ്പോൾ മറ്റു കാര്യങ്ങൾ ആദ്യം സ്വന്തം സീറ്റ് ഉറപ്പിക്കട്ടെ, എന്നിട്ടല്ലേ മറ്റിടങ്ങളിൽ എന്നുള്ള ചിന്തയിലേക്ക് വരെ എത്തിയിരിക്കുന്നു. എന്തായാലും അതൊരു വളരെ രസകരമായ ഒരു റിപ്പോർട്ട് കൂടിയാണ് സേഫ് സീൻ ലാബ്ദീൻ പങ്കുവച്ചത്.